ഹായ് ഫ്രണ്ട്സ്, സഫർ ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഞങ്ങളുടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചെങ്ങന്നൂർ കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഫർ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സെക്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് പഠിച്ചു. ഇനി ആ പ്ലാനിന്റെ തന്നെ നമുക്കൊരു 3D മോഡലിംഗ് കണ്ടാലോ? അപ്പം നമ്മൾ എങ്ങനെയാണ് ആ പ്ലാനിന്റെ ഒരു 3D വരയ്ക്കുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കൂടി പഠിക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഓട്ടോക്യാഡ് ഇപ്പൊ ഡ്രാഫ്റ്റിംഗ് അനോട്ടേഷൻ എന്ന വർക്ക് സ്പേസിലാണ് കിടക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ 3D മോഡലിംഗ് എന്ന വർക്ക് സ്പേസിലോട്ട് മാറുന്നു. അതിനിവിടെ സെറ്റിംഗ്സിൽ പോകുന്നു. സെറ്റിംഗ്സിൽ പോയിട്ട് ഓട്ടോക്യാഡ് ക്ലാസിക്കിന്റെ മുകളിലായിട്ട് 3D മോഡലിംഗ് ഉണ്ട്, അത് എടുക്കുക. അതിനുശേഷം ഇതിനെ ഇസഡ് ആക്സിസിന്റെ പാരലായിട്ട് മാറ്റാൻ വേണ്ടി ഇവിടെ വ്യൂവിൽ പോയി സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക്കിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ വാൾ എന്ന ലെയറിനെ കറന്റ് ലെയർ ആക്കി ഇടുന്നു. അതിനുശേഷം വാൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ ലെയറും ഞാൻ ഓഫ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ വാളിനെ ഞാൻ എക്സ്ട്രൂഡ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുൻപ് നമുക്ക് ഈ വാളിനെ എല്ലാത്തിനെയും കൂടി ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി റീജിയൻ എന്ന കമാൻഡ് ഉപയോഗിക്കാം. REG ആണ് ഷോർട്ട് കട്ട് കീ. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യണം, എന്റർ ചെയ്യുന്നു. അതിനുശേഷം ഇതിനെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. മൂന്ന് മീറ്റർ ആണ് വാൾ ഹൈറ്റ്, അപ്പോൾ 3000 മില്ലിമീറ്റർ. അതിനുശേഷം നമുക്ക് ഇതിനെ ഔട്ടർ വാളിൽ നിന്ന് ഇന്നർ വാൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് മാറ്റാം. സബ്ട്രാക്റ്റിന്റെ കമാൻഡ് സോൾഡ് എഡിറ്റിംഗിനകത്തിൽ രണ്ടാമത് കിടക്കുന്നത്. സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക. അതിനുശേഷം ഓരോ ഇന്നർ വാളും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനിയും എന്റർ ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ വിഷ്വൽ സ്റ്റൈലിൽ പോയിട്ട് റിയലിസ്റ്റിക് വിഷ്വൽ സ്റ്റൈലിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ വാളിന്റെ സ്ട്രക്ചർ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ബേസ്മെന്റ് ആണ് കൊടുക്കുന്നത്. ബേസ്മെന്റ് കൊടുക്കുവാൻ വേണ്ടി നമുക്ക് പ്ലിന്ത് ആണ് വേണ്ടത്. ആദ്യം പ്ലിന്തിന്റെ ലെയർ ഓൺ ആക്കുക. അതിനുശേഷം പ്ലിന്തിനെ കറന്റ് ലെയറിലോട്ട് മാറ്റുക. അതിനുശേഷം നമുക്ക് വാൾ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി പ്ലിന്തിനെ നമുക്ക് റീജിയൻ ചെയ്യാം. REG, എന്റർ. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക. അതിനുശേഷം എക്സ്ട്രൂഡ് എടുക്കുക. എക്സ്ട്രൂഡ് താഴോട്ട് വരുന്നതുകൊണ്ട് മൈനസ് വാല്യൂ കൊടുക്കുക, -450. ഇനി നമുക്ക് വാളൂടെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഷെയ്ഡ് ആണ്. ഷെയ്ഡ് വരയ്ക്കാൻ വേണ്ടി വാൾ ഓൺ ആയി കിടക്കട്ടെ. നമുക്ക് ഷെയ്ഡ് ഓൺ ചെയ്തിട്ട് അതിനെ നമുക്ക് കറന്റ് ലെയർ ആക്കി മാറ്റാം. അതിനുശേഷം നമുക്ക് പ്ലിന്ത് അങ്ങ് ഓഫ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് റിയലിസ്റ്റിക് മാറ്റി വയർ ഫ്രെയിമിൽ പോവുക. അതിനുശേഷം സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് മാറ്റി ടോപ്പ് വ്യൂവിൽ പോവുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഔട്ടർ വാൾ നമുക്ക് വരച്ചു കൊടുക്കാം. പോളിലൈൻ എടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് പോകാം. ഇനിയും ഇത് നമുക്ക് 2100 ഹൈറ്റിലാണ് വേണ്ടത്. അതുകൊണ്ട് ഇതിന് 2100 ഹൈറ്റിലോട്ട് മൂവ് ചെയ്യാം. ഇത് മൂവ് ചെയ്യുന്നതിന് മുമ്പ് ഷെയ്ഡിന്റെ ഔട്ടർ ലൈൻ നമുക്ക് റീജിയൻ ചെയ്യണം. REG, എന്റർ. ഇത് പോളിലൈൻ ആയതുകൊണ്ട് നമുക്ക് റീജിയൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്റർ. (2100). ഇനി നമുക്ക് റിയലിസ്റ്റിക് ഒന്ന് നോക്കാം. പക്ഷെ ഇപ്പൊ ഒരു കാര്യം കണ്ടോ, ഇത് ഇതിനകത്തിലോട്ട് കിടക്കുകയാണ്.
ഇപ്പോൾ റൂമിനകത്തെല്ലാം നമുക്ക് ഷെയ്ഡ് പോയിട്ടുണ്ട്. അതിനെ നമുക്ക് കളയണം. അതിനു മുമ്പ് നമുക്ക് ഇതിനെ ഒന്ന് എക്സ്ട്രൂഡ് ചെയ്യാം. എക്സ്ട്രൂഡ് എടുക്കുക. നമുക്ക് 6 സെന്റിമീറ്റർ ആണ് നമ്മൾ ഷെയ്ഡിന് തിക്നെസ്. അപ്പോൾ 60 മില്ലിമീറ്റർ. ഇനി സബ്ട്രാക്ട് എടുക്കുക. സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക, സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഷെയ്ഡ് ഇവിടെ റെഡിയായി. ഇനി അടുത്ത് നമുക്ക് റൂഫാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനിയും റൂഫിൻ്റെ ലെയർ നമുക്ക് ഓണാക്കി ഇടാം. അതിനുശേഷം ബാക്കി ഇതിനെ കറണ്ട് ലെയർ ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കി ലെയർ എല്ലാം നമുക്ക് ഓഫ് ചെയ്തിടാം. അതിനുശേഷം റൂഫിൻ്റെ നമുക്ക് റീജിയൻ ചെയ്യാം. ഇത് 3000 ഹൈറ്റിലാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് 3000-ലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. അതിനുശേഷം ഇതിനെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. സെലക്ട് ചെയ്യാം. നമുക്കിനി ലെയർ എല്ലാം ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ബീമും ഈ പില്ലറും ഉണ്ട്. നമുക്കിതിനെ വയർ ഫ്രെയിമിലേക്ക് മാറാം. ഇതിനെ ഞാൻ എക്സ്ട്രൂഡ് ചെയ്യുന്നു. 2100 ഹൈറ്റ്. ഇതിപ്പോൾ റൂഫിന്റെ ലെയർ കറന്റ് ലെയർ ആയതുകൊണ്ടാണ് ആ കളർ വന്നത്. അതിനുശേഷം ഇതിനെ ഞാൻ മൂവ് ചെയ്ത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ 2 ലൈൻ തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിനെ ഒന്ന് റീജിയൻ ചെയ്യാം. ഇനി ഇതിനെ ഞാൻ മൂവ് ചെയ്യുന്നു. 2100 ഹൈറ്റിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഇനിയും ഇതിനെ ഞാൻ റൂഫ് ഹൈറ്റിലോട്ട് എക്സ്ട്രൂഡ് ചെയ്യുന്നു. 900. നമുക്കൊന്ന് റിയലിസ്റ്റിക്കിൽ പോയി നോക്കാം. ഇപ്പൊ ഇത് രണ്ടായിട്ട് കിടക്കുന്നു. എനിക്കിതിനെ വാളോട് ചേർക്കാൻ വേണ്ടി ഇവിടെ യൂണിയൻ എന്നൊരു കമാൻഡ് ഉണ്ട് സോൾഡ് എഡിറ്റിംഗിനകത്ത്. അത് സെലക്ട് ചെയ്യുക. ആദ്യം വാൾ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മൾ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ റെഡിയായി. ഇനി നമുക്കിതിന്റെ പാരപ്പറ്റ് ഒന്ന് വരയ്ക്കണം. വയർ ഫ്രെയിമിൽ പോവുക. ഞാനിപ്പോൾ വേറെ ലെയർ ഇട്ട് വരയ്ക്കുകയാണ്. പോളിലൈൻ എടുത്തു. ഈ റൂഫിന്റെ ടോപ്പ് എൻഡിൽ കൂടി നമുക്ക് വരയ്ക്കാം. ഇതിന്റെ വാൾ തിക്നെസ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് 120 മില്ലിമീറ്റർ. ഇതിനെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. അതിനുശേഷം ഇതിനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഇനി നമുക്കൊന്ന് റിയലിസ്റ്റിക്കിൽ പോയി നോക്കാം. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ഒരുമിപ്പിക്കാൻ വേണ്ടി യൂണിയൻ എടുക്കാം. ഓക്കെ, നമ്മുടെ ആ വീടിന്റെ സ്ട്രക്ചർ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഡോറിന്റെയും വിൻഡോയുടെയും കൂടി ഓപ്പണിംഗ് ആണ് ഇനി നമുക്ക് ചെയ്യാൻ. ഡോറിന്റെയും വിൻഡോയുടെ ഓപ്പണിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇനിയും വാൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ലെയറും ഓഫ് ചെയ്തു.
ഓക്കെ, ഇനി ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് ഏത് ഫേസിൽ ആണെന്ന് നോക്കണം. ഏത് ഫേസിലാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ആദ്യം ഇതിനെ വയർ ഫ്രെയിമിലിടാം. എനിക്ക് ഇവിടെയാണ് നമുക്ക് ഡോറിൻ്റെ ഓപ്പണിംഗ് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി ഈ ഫേസിൽ വരാൻ വേണ്ടി നമുക്ക് ആദ്യം ഇവിടെ മെനു ബാറിൽ പോകണം. മെനു ബാറിൽ ഇവിടെ ഇല്ല. മെനു ബാർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. മെനു ബാർ, മെനു ബാറിൽ പോയിട്ട് ടൂൾസിൽ പോവുക, ന്യൂ യൂസിയസ് എടുക്കുക. ന്യൂ യൂസിയസ് എടുക്കുക, ഫേസ് എടുക്കുക. ഈ ഫേസ് ആണ് എനിക്ക് വേണ്ടത്. സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊരു റെക്റ്റാങ്കിൾ എടുത്ത് വരയ്ക്കുക. കണ്ടോ, ആ ഫേസിന് പാരലായിട്ടാണ് റെക്റ്റാങ്കിൾ വന്നിരിക്കുന്നത്. ഇനി ഞാൻ റെക്റ്റാങ്കിൾ എടുത്തിട്ട് നമുക്ക് ഡോറിൻ്റെ നമുക്ക് നോക്കാം സൈസ്. ഡോറ് നമുക്ക് മെയിൻ ഡോറ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് 1000 ആയിരിക്കും വിട്ട് കൊടുക്കുന്നത്, 2100 ഹൈറ്റും. അറ്റ് ദി റേറ്റ് ഓഫ് 1000, 2100. ഇനി നമുക്ക് ഈ ഓപ്പണിംഗ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഓപ്പണിംഗ് വരുന്നത് നമുക്ക് അറിയാം. വാൾ തിക്നെസ്സിന് ആണ് കട്ട് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ വാൾ തിക്നെസ് ഇവിടെ കൊടുത്തിരിക്കുന്ന 180. നമുക്ക് ഇച്ചിരി കൂടുതൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു 200 കൊടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ തിക്നെസ് 200 കൊടുത്തു. അതിനുശേഷം എനിക്ക് എവിടെയാണോ ഡോറ് വേണ്ടത് അവിടെ കൊണ്ടുവന്ന് ഞാൻ മൂവ് ചെയ്യുന്നു. എന്നൊരു ശക്കലം നമുക്ക് മൂവ് ചെയ്ത് ഇങ്ങോട്ട് നീക്കാം. അതിനുശേഷം സബ്ട്രാക്ട് എടുക്കുക, വിത്ത് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക, ഡോറ് സെലക്ട് ചെയ്യുക. ഇനി ഞാനിപ്പോൾ തൽക്കാലം ഔട്ടറാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ഇന്നർ വാളും നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇനിയിപ്പം ഞാനിതിൻ്റെ ഔട്ടറിൻ്റെ ബാക്കിലത്തെ വാളും നമുക്കൊന്ന് നോക്കാം. ഇവിടെയാണ് ബാക്കിലത്തെ വരുന്നത്. അപ്പം നമ്മൾ ഈ സെയിം ഫേസ് തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ വരയ്ക്കാം. REC എൻ്റർ, അറ്റ് ദി റേറ്റ് ഓഫ് 1000 അല്ല, നമുക്ക് D1 ആയതുകൊണ്ട് 900, 2100. ഇനിയും മൂവ് ചെയ്യുക. ഇതിനെ ഇച്ചിരി ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ടൊരു 100. എക്സ്ട്രൂഡ് എടുക്കുക. നമുക്കൊരു 200 എക്സ്ട്രൂഷൻ ഹൈറ്റ് കൊടുക്കാം. സബ്ട്രാക്ട് എടുക്കുക, ഔട്ടർ വാൾ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ, നമ്മുടെ 2 ഡോറിൻ്റെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് റിയലിസ്റ്റിക്ക് പോകാം. നമുക്ക് ഡോർ കൊടുക്കേണ്ടത് 2 നമ്മൾ ഓപ്പണിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്നർ വാളും ഇതുപോലൊക്കെ തന്നെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ വിൻഡോ ഒന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാം. ഇനി നമുക്ക് നോക്കാം വിൻഡോ എവിടെയൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു W3 ഉണ്ട്, ഇവിടെ ഒരു W3 ഉണ്ട്. അപ്പം നമുക്ക് ഇന്ന് ആദ്യം ഓപ്പണിംഗ് ഇടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റെക്റ്റാങ്കിൾ എടുക്കുക, REC എൻ്റർ. അപ്പം ഈ ഫേസാണ് വന്നേക്കുന്നത്. പക്ഷെ നമുക്കിനി ഈ ഫേസിലാണ് വേണ്ടത്. അപ്പോൾ വീണ്ടും നമ്മൾ ടൂൾസിൽ പോവുക, ന്യൂ യൂസിയസ് എടുക്കുക, ഫേസ് എടുക്കുക, ഫേസ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്തു. ഇനി ഈ ഫേസിലോട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. വീണ്ടും റെക്റ്റാങ്കിൾ എടുക്കുക, REC എൻ്റർ. ഇവിടെ സൈസ് എന്ന് പറഞ്ഞാൽ 1500, W3 ആകുമ്പോൾ 1500, 1500 അറ്റ് ദി റേറ്റ് ഓഫ് 1500, 1500 കൊടുത്തു. ഇനി ഇതിനെ ഞാനൊരു 200 എക്സ്ട്രൂഷൻ കൊടുക്കാം. എക്സ്ട്രൂഷൻ എടുക്കുക, 200 കൊടുത്തു.
ഇവിടെ രണ്ടെടുത്തുള്ളത് കൊണ്ട് നമുക്ക് വയർ ഫ്രെയിമിൽ പോകാം. രണ്ടെടുത്തുള്ളത് കൊണ്ട് ഞാൻ ഇതിൻ്റെ കോപ്പി എടുത്തിട്ടാണ് വെക്കുന്നത്. CO എൻ്റർ. ഇതിൻ്റെ ഈ മിഡ് പോയിന്റ് പിടിച്ചു. എന്നിട്ട് ഇതിൻ്റെ മിഡ് പോയിന്റ് വന്നു. ഇവിടെയും വെച്ചു. അതിനുശേഷം ഞാൻ മൂവ് എടുക്കുന്നു. എൻ്റർ. നമുക്ക് ഇതിൻ്റെ സിൽ ഹൈറ്റ് അറിയാം 60 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത്. അപ്പം നമ്മൾ ഇതിനെ 60 സെൻറ്റിമീറ്റർ മുകളിലേക്ക് മൂവ് ചെയ്യുക. 600 മില്ലിമീറ്റർ. ഇനി സബ്ട്രാക്ട് എടുക്കുക. ഔട്ടർ വാൾ സെലക്ട് ചെയ്യുക. എൻ്റർ ചെയ്യുക. കൊടുക്കുക. റിയലിസ്റ്റിക്കിൽ പോയി നോക്കാം നമുക്ക് ഹോൾ വീണോന്ന്. ഓക്കെ, വിൻഡോ നമുക്ക് വെക്കാനുള്ള ഹോൾ ഇവിടെ വീണിട്ടുണ്ട്. ഇനി നമുക്ക് W2 ആണ് കൊടുക്കാനുള്ളത്. ഞാനിനി W2 കൊടുക്കാൻ പോവുകയാണ്. കളഞ്ഞേക്കാം. REC എൻ്റർ. @1000, 1500. എക്സ്ട്രൂഡ് എടുക്കുക. വയർ ഫ്രെയിമിൽ പോവുക. നമുക്ക് എവിടെയൊക്കെയാണോ കൊണ്ടുവയ്ക്കേണ്ടത് കോപ്പി എടുക്കുക. CO എൻ്റർ. എൻ്റർ. 600. സബ്ട്രാക്ട് എടുക്കുക. സെലക്ട് ചെയ്യുക. എൻ്റർ ചെയ്യുക. കട്ടായിട്ടുണ്ട്. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് തിരിക്കുക. സൗത്ത് ഈസ്റ്റ് ഐസോമെട്രിക്കിലോട്ട് പോവുക. നമുക്ക് ഈ ഫേസ് കിട്ടും. ഈ ഫേസിൽ നമുക്ക് ടോപ്പ് വ്യൂ ചെന്നിട്ട് നമുക്കിതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താലോ. കോപ്പി എടുക്കുക. CO എൻ്റർ. സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പം നോക്കിയേ, ഇനി നമുക്ക് അപ്പം അവിടുത്തെ ഫേസിലുള്ളതിന് പാരലായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് സൗത്ത് ഈസ്റ്റ് ഐസോമെട്രിക്ക് പോകാം. കോപ്പി എടുക്കുക. മൂവ് ചെയ്യുക. എൻ്റർ. സോറി 600. സബ്ട്രാക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക. എൻ്റർ ചെയ്യുക. ഓക്കെ, നോർത്ത് ഈസ്റ്റ് ഐസോമെട്രിക്ക് പോവുക. ഇവിടെ W2 എവിടെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരെണ്ണമേ വരുന്നുള്ളൂ. എൻ്റർ. 600. സബ്ട്രാക്ട് എടുക്കുക.
എൻ്റർ ചെയ്യുക. ഓക്കെ. ഇനി കിച്ചൺ വിൻഡോ, ഇതിൻ്റെ സൈസ് നമുക്ക് കുറവാണ്. REC എൻ്റർ. ഇപ്പം ഫേസ് ടൂൾസ്, ന്യൂ യൂസിയസ്, ഫേസ്, എൻ്റർ. അപ്പുറത്ത് പാരലായിട്ടാണ് വരുന്നത്. REC എൻ്റർ. @ ഓഫ് 1000,1000. സ്റ്റോർഡ് റൊട്ടേറ്റ് ചെയ്യുക. അറുന്നൂറല്ല, 1100. സെൽ 11. സബ്ട്രാക്ട് എടുക്കുക, സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് വെന്റിലേഷൻ വെക്കണം. ഇവിടെ നമുക്ക് വെന്റിലേഷൻ, REC എൻ്റർ. ഫേസ് സെലക്ട് ചെയ്യുക, ടൂൾസ്, ന്യൂ യൂസിയസ്, ഫേസ്, എൻ്റർ ചെയ്യുക. REC എൻ്റർ. @ ഓഫ് 600,400. എക്സ്ട്രൂഡ് എടുക്കുക, എൻ്റർ. 1700. സെൽ ലെവൽ 1700. സബ്ട്രാക്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ. നമുക്ക് ഇനി ഒന്ന് റിയലിസ്റ്റിക്കിൽ പോയി നോക്കാം. ഇനി നമ്മൾ ഒരു ഫ്രഞ്ച് വിൻഡോയുടെ ഉണ്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാൻ. ഫ്രഞ്ച് വിൻഡോയുടെ 1800 ഹൈറ്റ് വരുന്നത്. വയർ ഫ്രെയിമിൽ പോവുക, ടൂൾസ്, ന്യൂ യൂസിയസ്, ഫേസ്, REC എൻ്റർ. @ ഓഫ് 1000,1800. എക്സ്ട്രൂഡ് എടുക്കുക, എൻ്റർ. എൻ്റർ. ഇതിൻ്റെ സെൽ ഹൈറ്റ് 300 ആണ്. സബ്ട്രാക്ട് എടുക്കുക, എൻ്റർ ചെയ്യുക.
ഓക്കെ, നമുക്ക് റിയലിസ്റ്റിക്കിൽ പോകാം. ഓക്കെ, നമുക്കിനിയും എല്ലാ ലെയറും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഡോറും വിൻഡോയാണ് വെക്കേണ്ടത്. ഇനി അതിന് ഡോറും വിൻഡോയും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്കൊരു ഡോർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് പഠിക്കാം, പിന്നീട് വിൻഡോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. എന്നിട്ട് ഇത് നമുക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടുകയോ അല്ല എങ്കിൽ കമൻ്റായിട്ട് ഇടുകയോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക.